ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വില്ലേജ് ടൂറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിൽ തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പാടത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെറുപ്പം മുതലൊക്കെ കുളിക്കാൻ പോയിരുന്നൊരു കുളമുണ്ട്. ആ കുളത്തിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുളത്തിൻ്റെ അവിടേക്ക് റോഡൊക്കെ ഉണ്ട്, നമുക്ക് വണ്ടി കൊണ്ടൊക്കെ വരാം. പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ ഈ പാടത്തോടൊക്കെ പോയിട്ടാണ് ശീലം. അപ്പോൾ ആ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ആയവർക്ക് അങ്ങനെ പോകാൻ വേണ്ടി പാടത്തോടെ പോകുന്നതാണ്. മാത്രമല്ല പാടത്തെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് കുളത്തിനവിടെ പോയേക്കാം, കുളത്തിനടുത്ത കാഴ്ചകൾ കാണാം. എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ തന്നെയും ഈ കുളവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ചെറുപ്പകാലത്ത് വെക്കേഷനായാലും അതേപോലെ തന്നെ വീക്കെൻഡുകളിലെ ഒഴിവു ദിവസങ്ങളാണെങ്കിലും ഒക്കെ ഈ ഒരു കുളത്തിൽ നിന്ന് ഒരു കുളി പാസ്സാക്കിയിട്ടായിരിക്കും നമ്മുടെ ആ ദിവസം കടന്നു പോകുന്നത്. അതിപ്പോൾ വർഷക്കാലമായാലും വേനൽക്കാലമായാലും ഒക്കെ ഈ കുളത്തിൽ വെള്ളം ഉണ്ടാവുകയും ചെയ്യും, നമ്മളിവിടെ നിന്ന് കുളിക്കുകയും ചെയ്യും. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ അലക്കാനൊക്കെ വേണ്ടി ഈ കുളത്തിലേക്ക് തന്നെ വരിക. ഉമ്മയുടെ കൂടെ വന്നിട്ടാണ് ചെറുപ്പത്തിലൊക്കെ ഇവിടുന്ന് നീന്തലൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കുളം. വല്ലംകുളം എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഞാനൊക്കെ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് തന്നെ ഈ കുളം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ ഇതൊന്ന് പുതുക്കി പണി ഇതൊന്നുകൂടെ ഉഷാറാക്കിയതാണ്. ഞാനൊക്കെ നീന്തൽ പഠിച്ചതൊക്കെ ഈ കുളത്തിലാണ്. ഇവിടെ ഒട്ടുമിക്ക ആളുകളും വർഷക്കാലത്ത് സജീവമായിട്ട് കുളിക്കാൻ വരുന്നൊരു കുളമാണ്. ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊതുവെ ആളുകൾ വരുന്നത് കുറവാണ്. എന്തായാലും നമുക്ക് കുളത്തിലൊന്ന് കുളിച്ച് തിമിർത്തിട്ട് ഇവിടുന്ന് പോവാം. ഞാൻ ഈ കുളം കാണാൻ തുടങ്ങിയപ്പോൾ മുതലേ ഈ കുളത്തിൻ്റെ സൈഡിൽ ഈ ഒരു മോട്ടർ പെരയുണ്ട്. പക്ഷേ ഇതിനകത്ത് മോട്ടറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ മുമ്പെപ്പോഴോ ഈ കൃഷിയിടത്തിലേക്ക് വെള്ളമടിക്കാൻ വേണ്ടിയിട്ടൊക്കെ മോട്ടർ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് കൃഷി സ്ഥലത്തേക്കൊന്നും വെള്ളം അടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു നാട്ടുകാരൻ തന്നെ ഈ മോട്ടറും പെരയുടെ സൈഡുകളിലൊക്കെ മനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങൾ. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു സൈഡും കൂടെ അവർ പൂർത്തിയാക്കാനുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇത് ഒന്ന് പുതുക്കിപ്പണിയൊന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ അടുത്താണ് ഇതൊന്ന് പുതുക്കിപ്പണി ഇത് ഒന്ന് ഉഷാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷം ആണ് ഈ കമ്പിയൊക്കെ ഇവിടെ വച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കുളത്തിൻ്റെ അവസ്ഥ വളരെ മനോഹരമാണ്.
ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നതും അതേപോലെ തന്നെ ഈ വഴികളിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് വരാറുണ്ട്, ഇവിടെ വന്നിരിക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.